ഏവർക്കും ലേൺസ് അക്കാദമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിറ്റാമിനുകളും രാസനാമങ്ങളും എന്ന വിഷയമാണ്. വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ ഒരുപാട് മത്സര പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. അതിനായി നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വിറ്റാമിനുകളും രാസനാമങ്ങളും എന്നതാണ്. ഒരുപാട് മത്സര പരീക്ഷകളിൽ ചോദിച്ചൊരു വിഷയമാണ് വിറ്റാമിനുകളും അവയുടെ രാസനാമങ്ങളും. ചിലപ്പോഴൊക്കെ നമുക്ക് വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം അവ മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. ഇവ മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഈ പേരുകൾ ഒരു കോഡ് രൂപത്തിൽ പഠിക്കാം. ഈ കോഡ് നിങ്ങൾ പഠിച്ചാൽ ഒരിക്കലും മറന്നു പോവില്ല. ആ രീതിയിൽ നമുക്കിന്ന് പഠിക്കാം. അപ്പം നമ്മൾ വിറ്റാമിനുകളുടെ രാസനാമ പഠിക്കാനുള്ള കോഡിലേക്ക് കടക്കുകയാണ്. ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെ രാസനാമങ്ങളാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്നത്. ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ B3, വിറ്റാമിൻ B5, വിറ്റാമിൻ B6, വിറ്റാമിൻ B7, വിറ്റാമിൻ B9, വിറ്റാമിൻ B12. ഒന്നുകൂടി പറയാം. ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ B1, B2, B3, B4 ഇല്ല, B5, B6, B7, B4 ഇല്ല, B8 ഇല്ല എന്ന് ഓർമ്മിക്കുക. പിന്നെയുള്ളത് B9 ആണ്. B9 കഴിഞ്ഞാൽ B10 B11 ഇല്ല, B12. ഒന്നുകൂടി പറയാം. ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ B1, B2, B3, B5, B6, B7, B9, B12. ഈ 8 വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ നമ്മൾക്ക് പഠിക്കണം. അതിനുവേണ്ടി നമുക്കൊരു കോഡ് ഉപയോഗിക്കാം. ഈ കോഡ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്നതിനുപരിയായി മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് കോഡ്. തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. ഒന്നുകൂടി പറയാം. തറയിൽ നിന്ന് പാൻറ് പിരിച്ച്, ജസ്റ്റ് നിങ്ങൾ ഈ ചിത്രങ്ങളൊന്ന് മനസ്സിൽ കാണുക. തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലാക്കുന്നു. തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലാക്കുന്നു. ബോട്ടിലിനൊരു ഫോട്ടോ ഒട്ടിക്കുന്നു. ഫോട്ടോ ഒട്ടിച്ച് സൈൻ ചെയ്യുന്നു. കിട്ടിയില്ലേ? ഒന്നുകൂടി പറയാം. തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. ഇത്രയും പഠിച്ചാൽ നമ്മൾ വിറ്റാമിൻ ബി കോംപ്ലക്സിലെ വിറ്റാമിനുകളെ കുറിച്ച്, വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് ഈ കോഡൊന്ന് വിശദമായി നോക്കാം. കോഡിൻ്റെ തുടക്കം എങ്ങനെയാണ്? തറയിൽ നിന്നും. ഈ കോഡിലെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ എടുക്കുക, തായും റായും. സോ നമുക്ക് ആദ്യത്തെ വിറ്റാമിൻ B1 ആണ്. കോഡ് തുടങ്ങുന്നത് തായിലാണ്. താ. സോ B1ൻ്റെ പേര് തായൽ തുടക്കം തയാമിൻ. വിറ്റാമിൻ B1ൻ്റെ പേര് തയാമിൻ. താ സ്ട്രൈക്ക് ചെയ്ത് പഠിക്കുക. വിറ്റാമിൻ B1 തയാമിൻ. വിറ്റാമിൻ B2 കോഡിൻ്റെ അടുത്ത ഭാഗം റാ എന്നാണ്. റാ. സോ B2ൻ്റെ പേര് തുടങ്ങുന്നത് റാ. റാ ഫോർ റൈബോഫ്ലാവിൻ എന്നോർമ്മിക്കുക. വിറ്റാമിൻ B2ൻ്റെ പേര് റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B1ൻ്റെ പേര് തയാമിൻ. വിറ്റാമിൻ B2ൻ്റെ പേര് റൈബോ
ഫ്ലാവിൻ. നമുക്ക് അടുത്തതായി കിട്ടേണ്ടത് വിറ്റാമിൻ B3യുടെ രാസനാമമാണ്. കോഡിൻ്റെ അടുത്ത ഭാഗം തറയിൽ നിന്ന് എന്നാണ്. B3യുടെ പേര് നീയിലാണ് തുടക്കം. തറയിൽ നിന്ന് നിയാസിൻ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേര് നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B3യുടെ പേര് നിയാസിൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് നിക്കോട്ടിനിക് ആസിഡ്. അത് നമ്മൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. 3 എന്ന് എഴുതിയാൽ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് മലയാളം അക്ഷരം ന എന്ന് കിട്ടില്ലേ. ഇങ്ങനെയൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാനുള്ള പല മാർഗങ്ങളും ഉണ്ട്. നമ്മൾ തുടർന്നങ്ങോട്ടുള്ള പല വീഡിയോയിലും ഇങ്ങനെയുള്ള ട്രിക്കുകൾ പറയും. സോ 3 ഒന്ന് റൊട്ടേറ്റ് ചെയ്ത നമുക്ക് ആൽഫബറ്റും നമ്പേഴ്സും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഓർമ്മിക്കുക, വിറ്റാമിൻ B3യുടെ പേര് നിയാസിൻ, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. അപ്പോൾ നമുക്ക് വിറ്റാമിൻ B1, B2, B3 ഇവ മൂന്നിൻ്റെയും പേര് കിട്ടി. B1 തയാമിൻ, B2 റായിൽ തുടക്കം റൈബോഫ്ലാവിൻ, വിറ്റാമിൻ B3 നീയിൽ തുടക്കം നിയാസിൻ, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. നമുക്ക് അടുത്ത വിറ്റാമിൻ B4 ഇല്ല, B5 ആണ്. നമുക്ക് കോഡ് ഒന്നുകൂടി നോക്കാം. തറയിൽ നിന്ന് പാൻഡ്. സോ B5ൻ്റെ പേര് നമുക്ക് വലിയ സംശയം വരില്ല. നമ്മൾ കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പെൻഡ എന്നൊക്കെ പറഞ്ഞ 5നെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ B5ൻ്റെ പേര് പാൻഡോതെനിക് ആസിഡ്. വിറ്റാമിൻ B5ൻ്റെ പേര് പാൻഡോതെനിക് ആസിഡ്. അത് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. B5ൻ്റെ പേര് പാൻഡോതെനിക് ആസിഡ്. നമുക്ക് അടുത്തതായി കിട്ടേണ്ടത് B6ൻ്റെ പേരാണ്. നമുക്ക് അത് എളുപ്പത്തിൽ നമുക്ക് കോഡ് ഒന്നുകൂടി നോക്കാം. തറയിൽ നിന്ന് പാൻഡ് പിരിച്ച് എന്നാണ്. അപ്പോൾ തറയിൽ നിന്ന് പാൻഡ് പിരിച്ച് പിരി ഫോർ പീരിഡോക്സിൻ. സോ B6ൻ്റെ പേര് പിരിഡോക്സിൻ. B6ൻ്റെ പേരാണ് പിരിഡോക്സിൻ. അത് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാം. B6 പിരിഡോക്സിൻ, രണ്ടിൻ്റെയും ഉച്ചാരണം സെയിം ആണ്. B6 പിരിഡോക്സിൻ ഒരേ ഉച്ചാരണമാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാം. വിറ്റാമിൻ B6ൻ്റെ രാസനാമം പിരിഡോക്സിൻ. ഇനി അടുത്തതായി B7ൻ്റെ പേര് നോക്കാം. കോഡിൻ്റെ ഭാഗം ഒന്നുകൂടി നോക്കാം. തറയിൽ നിന്ന് പാൻഡ് പിരിച്ച് ബോട്ടിലിലാക്കി. ബോട്ടിൽ ആണ് അടുത്ത കോഡിൻ്റെ ഭാഗം. B7ൻ്റെ പേര് അവിടുന്ന് കിട്ടും. ബോട്ടിൽ, നത്തിങ് അബൌട്ട് ബോട്ടിൽ, ബയോട്ടിൻ. ബോട്ടിലുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ബയോട്ടിൻ. B7ൻ്റെ പേര് ബയോട്ടിൻ. വിറ്റാമിൻ B7ൻ്റെ പേര് ബയോട്ടിൻ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിക്കാം. നമ്മൾ സവനപ്പൊക്കെ കുടിക്കുന്ന സവനപ്പൊക്കെ ബോട്ടിലല്ലേ ഉണ്ടാവുക. സോ B7 ഓർമ്മിക്കാൻ സവനപ്പ് എന്ന് ഓർമ്മിച്ചാൽ മതി. B7 സവനപ്പ് ബോട്ടിലല്ലേ ഉണ്ടാവുക. ബോട്ടിൽ, ബയോട്ടിൻ. അങ്ങനെയും എളുപ്പത്തിൽ ഓർമ്മിക്കാം. B7 സവനപ്പ്, ബോട്ടിൽ, ബയോട്ടിൻ. വിറ്റാമിൻ B7ൻ്റെ പേര് ബയോട്ടിൻ. അടുത്ത വിറ്റാമിൻ B9 ആണ്. നമ്മൾക്ക് കോഡ് നോക്കാം. തറയിൽ നിന്ന് പാൻഡ് പിരിച്ച് ബോട്ടിലാക്കി ഫോട്ടോ പതിച്ച് B9ൻ്റെ പേര് നമുക്ക് അവിടെ നിന്ന് കിട്ടണം. ഫോർ ഫോളിക് ആസിഡ്. B9ൻ്റെ പേര് ഫോർ ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9ൻ്റെ പേരാണ് ഫോളിക് ആസിഡ്. നമുക്ക് ബി കോംപ്ലക്സ് വിറ്റാമിനിലെ അവസാനത്തെ വിറ്റാമിൻ B12ൻ്റെ പേര് നോക്കാം. കോഡ് ഒന്നുകൂടി നോക്കാം. തറയിൽ നിന്ന് പാൻഡ് പിരിച്ച് ബോട്ടിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. B12ൻ്റെ പേര് ഈ കോഡിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സൈൻ ചെയ്തു. B12ൻ്റെ പേര് സൈൻ അവിടുന്ന് കിട്ടും. സയനോകൊബാലാമിൻ. വിറ്റാമിൻ B12ൻ്റെ രാസനാമമാണ് സയനോകൊബാലാമിൻ. വിറ്റാമിൻ B12ൻ്റെ രാസനാമമാണ് സയനോകൊബാലാമിൻ. അപ്പോൾ നമുക്ക് ബി കോംപ്ലക്സ് വിറ്റാമിൻ എല്ലാ വിറ്റാമിനിൻ്റെയും രാസനാമങ്ങൾ കിട്ടി. നമുക്ക് ഒന്നുകൂടി കോഡ് നോക്കാം. തറയിൽ നിന്ന് പാൻഡ് പിരിച്ച്
ബോട്ടിലിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. B1ന്റെ പേര് ത ഫോർ തയാമിൻ. B2ന്റെ രാസനാമം റ ഫോർ റൈബോഫ്ലാവിൻ. വിറ്റാമിൻ B3യുടെ രാസനാമം നീൽ തുടക്കം, നീ ഫോർ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B3യുടെ രാസനാമം നിയാസിൻ അല്ലെങ്കിൽ മറ്റൊരു പേര് നിക്കോട്ടിനിക് ആസിഡ്. വിറ്റാമിൻ B5ന്റെ രാസനാമം എളുപ്പത്തിൽ കിട്ടും. പെൻഡ എന്ന് ഓർമ്മിച്ചാൽ മതി. 5 പാൻഡോതെനിക് ആസിഡ്. വിറ്റാമിൻ B5ന്റെ രാസനാമം പാൻഡോതെനിക് ആസിഡ്. വിറ്റാമിൻ B6ന്റെ രാസനാമം 6 പിരിഡോക്സിൻ. ഒരേ ഉച്ചാരണം B6 പിരിഡോക്സിൻ. വിറ്റാമിൻ B7 ഓർമ്മിക്കാൻ 7up ഓർമ്മിച്ചാൽ മതി. 7up. B7 7up ബോട്ടിലാണ് ഉണ്ടാവുക. B7ന്റെ പേര് ബോട്ടിൽ എന്ന് ഓർമ്മിക്കുക. ബയോട്ടിൻ. വിറ്റാമിൻ B7ന്റെ രാസനാമമാണ് ബയോട്ടിൻ. വിറ്റാമിൻ B9 ഫോയിലാണ് തുടക്കം, ഫോട്ടോയുടെ ഫോളിക് ആസിഡ്. വിറ്റാമിൻ B9ന്റെ രാസനാമമാണ് ഫോളിക് ആസിഡ്. അവസാനത്തെ വിറ്റാമിൻ B12. വിറ്റാമിൻ B12ന്റെ അവസാനം നമ്മൾ സൈൻ ആണ് ചെയ്യുന്നത്. സൈൻ. വിറ്റാമിൻ B12ന്റെ രാസനാമം സൈൻ ഓർമ്മിക്കുക. സയനോകൊബാലാമിൻ. വിറ്റാമിൻ B12ന്റെ രാസനാമമാണ് സയനോകൊബാലാമിൻ. അപ്പോൾ നമ്മൾ വിറ്റാമിൻ ബി കോംപ്ലക്സ് വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചു. മറന്നു പോവാത്ത രീതിയിൽ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബി കോംപ്ലക്സ് വിറ്റാമിൻ തറയിൽ നിന്ന് പാൻറ് പിരിച്ച് ബോട്ടിലിലാക്കി ഫോട്ടോ പതിച്ച് സൈൻ ചെയ്തു. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്, B5 പാൻഡോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സയനോകൊബാലാമിൻ. ഇനി നമ്മൾക്ക് പഠിക്കേണ്ടത് ബാക്കിയുള്ള വിറ്റാമിനുകളുടെ രാസനാമങ്ങളാണ്. ബാക്കിയുള്ള വിറ്റാമിനുകൾ വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നിവയാണ്. എ, സി, ഡി, ഇ, കെ. ആദ്യമായി വിറ്റാമിൻ എയുടെ രാസനാമം നോക്കാം. നമ്മൾക്കറിയാം വിറ്റാമിൻ എ ആണ് കണ്ണിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ. കണ്ണുമായി ബന്ധപ്പെട്ട ഭാഗമാണ് റെറ്റിന. ഇത് വെച്ച് കണക്ട് ചെയ്യാം. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വിറ്റാമിൻ സിയുടെയും വിറ്റാമിൻ ഡിയുടെയും രാസനാമങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമ്മൾ ബി കോംപ്ലക്സ് വിറ്റാമിനുകളെ മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ സിയുടെ മുൻപത്തെ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ ഡിയുടെ മുൻപത്തെ വിറ്റാമിൻ സിയുമാണ്. ഈ കാര്യം വെച്ച് നമുക്ക് എളുപ്പത്തിൽ സിയുടെയും ഡിയുടെയും പേരുകൾ ഓർമ്മിക്കാം. സിക്ക് തൊട്ടു മുമ്പുള്ള വിറ്റാമിൻ എ, അതുകൊണ്ട് സിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എയിലാണ്. സിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എയിലും ഡിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സിയിലുമാണ്. ഓർമ്മിക്കുക, വിറ്റാമിൻ സിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൊട്ടു മുമ്പുള്ള എയിലും ഡിയുടെ പേര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തൊട്ടു മുമ്പുള്ള സിയിലുമാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം എയിൽ തുടങ്ങുന്നു. എ ഫോർ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം തുടങ്ങുന്നത് സിയിലാണ്. സി ഫോർ കാൽസിഫെറോൾ. വിറ്റാമിൻ സിയുടെ രാസനാമം തുടങ്ങുന്നത് എയിൽ. എ ഫോർ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം തുടങ്ങുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് സിയിലാണ്. സി ഫോർ കാൽസിഫെറോൾ. അപ്പോൾ നമ്മൾ സിയുടെയും ഡിയുടെയും പേരുകൾ എളുപ്പത്തിൽ ഓർമ്മിച്ചു വെച്ചു. സിയുടെ പേര് തുടങ്ങുന്നത് എയിലാണ്. എ ഫോർ അസ്കോർബിക് ആസിഡ്. ഡിയുടെ പേര് തുടങ്ങുന്നത് സിയിലാണ്. സി ഫോർ കാൽസിഫെറോൾ. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് വിറ്റാമിൻ ഇയുടെ രാസനാമമാണ്. വിറ്റാമിൻ ഇയുടെ രാസനാമം ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇ എഴുതിയിട്ട് അതിൻ്റെ താഴത്തെ രണ്ട് വാല് മായ്ച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് ടിയുമായി സാദൃശ്യമുള്ളതായി കാണാം. ഇയുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിയിലാണ്.
വിറ്റാമിൻ ഇയുടെ രാസനാമം തുടങ്ങുന്നത് ടിയിലാണ്. അല്ലെങ്കിൽ നമുക്ക് ടി എന്ന് ഉച്ചരിക്കുമ്പോൾ അവസാനത്തെ നമ്മൾ ഉച്ചരിക്കുന്നത് ഇ എന്നാണ്. ടി ഇ ഇ. സോ ഇയുടെ പേര് തുടങ്ങുന്നത് ടി ടി. ടി ഫോർ ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. വളരെ എളുപ്പത്തിൽ നമ്മൾ കണക്ട് ചെയ്തു. ടി ഇ അല്ലെങ്കിൽ ഇ എന്ന ആൽഫബറ്റ് ടിയുമായി കണക്ട് ചെയ്ത് നമ്മൾ എളുപ്പത്തിൽ ഓർമ്മിച്ചു. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. ഇനിയുള്ളത് വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ. ഫില്ലോക്വിനോൺ എന്ന് മലയാളത്തിൽ എഴുതുമ്പോൾ ക എന്ന അക്ഷരമുണ്ട്. സോ അവിടെ അത് കെയുമായി കണക്ട് ചെയ്യുക. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ക്വിനോൺ അവിടെ കണക്ട് ചെയ്യുക. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ക്വിനോൺ. അപ്പോൾ നമ്മൾ വിറ്റാമിൻ എ, സി, ഡി, ഇ, കെ ഇവയുടെ രാസനാമങ്ങൾ പഠിച്ചു. ഒന്നുകൂടി പറയാം. വിറ്റാമിൻ എയുടെ രാസനാമം കണ്ണുമായി കണക്ട് ചെയ്തു. റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വിറ്റാമിൻ സിയുടെ രാസനാമം എയിൽ തുടങ്ങുന്നു. അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സിയുടെ രാസനാമം എയിൽ തുടങ്ങുന്നു. എ ഫോർ അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ രാസനാമം സിയിൽ തുടങ്ങുന്നു. സി ഫോർ കാൽസിഫെറോൾ. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. നമ്മൾ ഇയെയും ടിയെയും കണക്ട് ചെയ്തു. ടി ഇ അല്ലെങ്കിൽ ഇ എന്ന ആൽഫബറ്റിൽ നിന്ന് ടി എന്ന ആൽഫബറ്റുമായി കണക്ട് ചെയ്തു. വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൾ. അവസാനത്തെ വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ക്വിനോൺ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ. ഇന്ന് നമ്മൾ വിറ്റാമിനുകളും രാസനാമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചത്. എല്ലാവരും വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ പഠിച്ചതായി കരുതുന്നു. ഇനി ഏത് മത്സര പരീക്ഷകളിലും വിറ്റാമിനുകളുടെ രാസനാമങ്ങൾ ചോദ്യമായി വന്നാൽ എല്ലാവരും ശരിയാക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി താഴെ കാണുന്ന ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.